ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബീട്രൂട്ട് പച്ചടിയാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുണ്ടോ, ഞാനിപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് വേവിച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തീരെ അങ്ങോട്ട് കനം കുറച്ചൊന്നും കട്ട് ചെയ്യണ്ട. ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടിയിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് അത് വേവുന്നതിനാവശ്യമായ വെള്ളവും കൂടി ഒഴിച്ച് ഹൈ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. അത് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയതും അതിലേക്ക് ഒരു പച്ചമുളകും ആവശ്യത്തിന് കടുകും അതുപോലെ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് ബീട്രൂട്ടൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സി ജാറിലേക്കിട്ട് ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഇതുണ്ടോ, നമ്മളിപ്പോൾ ഇതുപോലെയാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. ഇതിനി ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാം കേട്ടോ. നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുമ്പോൾ ഒത്തിരി പുളിയുള്ളതാകാൻ പാടില്ല കേട്ടോ. പുളി കൂടിയാൽ ഈ കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു പച്ചടിയാണ് കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ല പോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതുപോലെ 2 വറ്റൽമുളക് കട്ട് ചെയ്തതും ആവശ്യത്തിന് വേപ്പിലയും കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ. എല്ലാം കൂടി ആ വെളിച്ചെണ്ണയും അതുപോലെ ആ ഒരു വേപ്പിലയുടെ ഫ്ലേവറും ഒക്കെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങട്ടെ. ഇത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുമ്പോഴേക്കും ഒന്നുകൂടി തിക്കായി വരും കേട്ടോ. അങ്ങനെ സദ്യയിലെ കളർഫുൾ കറിയായ ബീട്രൂട്ട് പച്ചടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല ഓണത്തിന് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.